നസീർ സാറിനെ കുറിച്ചുള്ള സംസാരിക്കാൻ പോലുമില്ല. അഭിനയിച്ചു അത്ര അത് കഴിഞ്ഞുള്ള വ്ളോഗിങ്ങളൊന്നുമില്ല. പിന്നെ പോകാൻ സമയം യാത്ര അന്നത്തെ കാലം അങ്ങനെയാണ്. പക്ഷെ ഷാനവാസിന്റെ മകന്റെ വിവാഹത്തിലൂടെ വീട്ടിൽ വന്നിരുന്നല്ലേ? അതെനിക്ക് എത്രയോ വർഷം കഴിഞ്ഞിട്ട് അന്ന് ഞങ്ങൾ സംസാരിച്ചപ്പോൾ പറഞ്ഞു എനിക്ക് എത്ര കുട്ടികളുണ്ടെന്ന് ചോദിച്ചോ പറഞ്ഞു 1.5 കുഞ്ഞുങ്ങളുണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ വർഷങ്ങൾ അന്ന് ഞാൻ മനസ്സിലായി 1.5 കുഞ്ഞുണ്ടോ അത്രയാണ് എന്നൊക്കെ ചോദിച്ചു. പിന്നീട് വർഷങ്ങൾ ഞാൻ വെറുതെ വീട്ടിൽ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു ലെറ്റർ ഒത്തിരി നോക്കിയപ്പോൾ നസീറും ഭാര്യയും ഒപ്പിട്ട് ഷാനവാസിന്റെ കല്യാണം അങ്ങനെ കിട്ടി. എനിക്ക് ഇത്രയും നല്ല അതിശയം ക്ഷണിച്ചിരുന്നു. അതിശയം യാതൊരു ബന്ധവുമില്ല, പരിചയമില്ല. അപ്പോഴും ഞാൻ എൻ്റെ മൂത്ത ശാസ്ത്രമായിട്ട് താമസം ഞാൻ ഈ ലെറ്റർ പോയി ഇങ്ങനെ കാണിച്ചു ചേട്ടാ ഇങ്ങനെ പിന്നെ നസീറിൻ്റെ കത്ത് വന്നിരിക്കുന്നു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു സുബ്രഹ്മണ്യനായി വെച്ച് കഴിയുന്നു എനിക്കൊന്നും ഓർമ്മയില്ല. ചേട്ടൻ പറഞ്ഞല്ല നിന്നെ ക്ഷണിച്ചിട്ട് നീ പോകണം. അപ്പോൾ അത് ചേട്ടൻ്റെ അളിയൻ ദിവാരനായത് വിദ്യാഭ്യാസ പിന്നെ അവിടെ ഏതോ ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിൻ്റെ അല്ലാതെ അവിടെ വിദ്യാർത്ഥിൻ്റെ പെൺപിള്ളേരാണ് എനിക്ക് വിളിച്ചത്. അവരാരും വരില്ല വരില്ല. ആ കണ്ണം വന്ന് ഞാൻ പോകാൻ ആ പയ്യനെ കൊണ്ടുപോയപ്പോഴത്തേക്ക് ഞാൻ എത്രയോ വർഷം മരുന്നാളിൻ്റെ അഭിനയിച്ചിട്ട് കണ്ടിട്ടില്ല. കണ്ടിട്ടേ ഇല്ല. എവിടെയാണെന്ന് സിനിമ അപ്പോൾ കാണാൻ ഞാനിങ്ങനെ കുറച്ച് ആളുകൾക്ക് കിടക്കില്ല. കമ്പനിൻ്റെ അകത്ത് കയറി ഞാൻ പേടിച്ച് നസീറിനെ എങ്ങനെ കണ്ടുപിടിക്കുന്ന മനസ്സിലായി. അങ്ങനെ അവിടെ കയറിയപ്പോൾ നസീർ നിൽക്കുന്ന കുറേ പിന്നെ ആൾക്കാർ ചുറ്റിയിട്ട് എന്തോ സംസാരിക്കാൻ നിൽക്കുന്നു. അപ്പൊ ഇങ്ങനെ നോക്കിയപ്പോൾ ഞാൻ അവിടെ വന്നൊരു നമസ്കാരം ഒന്ന് ശ്രദ്ധിച്ചു. ഇവിടെ നിന്ന് ഇതെന്റെ ആദ്യനായിക പറഞ്ഞതാണ് മുന്നേറ്റം പോകണം. അങ്ങനെയാണ് ഞാൻ യാതൊരു ഇത് പരിചയമായി ഒരു പരിചയമില്ല. അന്ന് അഭിനയിച്ചെന്ന് മാത്രം വലിയ മനുഷ്യൻ്റെ മനസ്സിലാക്കി ഒരു ന്യായമാണ് വരില്ല. വലിയ